19 വരിയായ ഷഹാന അവളുടെ നിറത്തിൻ്റെ പേരിൽ അവസാനം ആത്മഹത്യക്ക് വിധിയായിട്ട് മാറി. അതായത് ഇതിന് 19 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ഒരു 6 മാസം പോലും ആയി കാണത്തില്ല. കഴിഞ്ഞ ഒക്ടോബറിലും കണ്ടായിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ടാകുന്നത് ഭർത്താവ് വന്നു. അദ്ദേഹം ഈ കുട്ടിയോടൊപ്പം താമസിച്ചതിന് ശേഷം നേരെ അങ്ങ് ഗൾഫിലേക്ക് ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അതിന് മുമ്പ് തന്നെ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന മിടുക്കിയായ കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്നതാണ്. അവസാനം ഈ കുട്ടി കോളേജിൽ ചെന്നാലും അത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെയൊക്കെയായി വളരെ ഒരു ഇൻട്രോവേർട്ടായിട്ട് ഈ കുട്ടി മാറുകയാണ്. അന്തർമുഖത്വം അതിനുണ്ടായി. എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് അവിടെ അന്വേഷിച്ചപ്പോഴാണ് അവർ മനസ്സിലാവുന്നത്. ഇത് ഇപ്പോഴേ കറുപ്പാണ്, ഇനി സൂര്യപ്രകാശത്തിൽ ഇറങ്ങാൻ പാടില്ല. കാരണം ഈ ഭർത്താവിനും അവൻ്റെ തള്ളയ്ക്കും ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്ത് പഴുത്തിരിക്കണം. അപ്പോൾ ഇതിന് നേരത്തെ പരിശോധിച്ചിട്ട് കല്യാണം കഴിച്ച പോരായിരുന്നു. 19 വയസ്സായ ഒരു കുട്ടി എന്തിനിതിനെ കല്യാണം കഴിച്ചു കൊടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് മാത്രമേ കല്യാണം പറ്റൂ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഒരു കുഴപ്പമില്ല, അത് മതിയായിരുന്നല്ലോ. ഇത്ര വെപ്രാളം പിടിച്ച് ഈ കൊച്ചിനെയൊക്കെ എന്തിനാ വല്ലവൻ്റെ തലയിലൊക്കെ കെട്ടിവെക്കുന്നത്? ഇതുപോലെ അവനൊക്കെ വേണമെന്ന് പറഞ്ഞ് വരും, ഉള്ള പൈസയൊക്കെ വാങ്ങി ആയിരിക്കും ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അവസാനം എന്താ, അവന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ പോരാ, അവന് നേരെ ഇത് വെളുത്ത് പഴുത്ത് ലോകസുന്ദരിയായിട്ടിരിക്കണം. അങ്ങനെയുള്ള ലോകസുന്ദരിയെ കെട്ടിയാൽ മതി, പോയിട്ട് ഇതിനെ നോക്കണ്ടായിരുന്നല്ലോ. അവസാനം ഇതും കെട്ടിയിട്ട് ഈ കൊച്ചിനെ ഇട്ട് ഹരാസ് ചെയ്യുക. ബോഡി ഷെയ്മിങ് ആണിത്. ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒഫൻസാണ്. അതുമൂലം ഇത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ പ്രേരണ കുറ്റം നിലനിൽക്കും. അതിനകത്ത് വലിയ കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത്. ആ വീട്ടുകാർ ആരൊക്കെ ഇത് പറഞ്ഞോ അവരെല്ലാം പ്രശ്നത്തിലാണ്. അതിനെ മാത്രമല്ല, അതിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുള്ളത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, അതിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തായാലും അവനെ കഴിഞ്ഞ് സംസാരിക്കുമായിരിക്കും. ഇനി എവന് ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്താണോ എന്ന് നമുക്കറിയില്ല. ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് എടുത്ത് 2-3 പേര് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന്? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ സംസാരിക്കുന്നത് കാണാം നമുക്ക് കേട്ടോ. വേറെ ഒരാൾ ബട്ട് ആൾസോ നോട്ട് ഓൺലി എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന നമ്മൾ കേട്ടതാണ്. അവരൊക്കെ വലിയ ഇംഗ്ലീഷുകാരാണ്. ഈ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിന് അതിനൊരു കഴിവ് വേണം. ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇംഗ്ലീഷ് പഠിച്ചാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുള്ളതാണ്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്കേ പറ്റുള്ളൂ. പിന്നെ അത് ഇംഗ്ലീഷ് സംസാരിച്ചുള്ള പരിചയം വേണം. ഒരുപാട് വിദേശങ്ങളിലും ഒക്കെ പോയി ഒക്കെ നോക്കണം. ഇവൻ ഗൾഫിൽ ഉള്ള ഒരുത്തൻ ഇത് എന്നിട്ട് പറയുകയാണ് ഇതിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ടെന്ന്. ഇതിന് സംസാരത്തിന് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. സംസാരത്തിന് സ്റ്റാൻഡേർഡ് ഉള്ളതാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഇവരെ ആരെങ്കിലും നിർബന്ധിച്ചോ ഇതിനെ കെട്ടണമെന്ന്? അതും 19 വയസ്സിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമുക്ക് യഥാർത്ഥത്തിൽ കൗമാരപ്രായമല്ലേ അത്? യൗവനമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. 19 ടീനേജ് ആണ്. ഇനി അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 21 വയസ്സ് കല്യാണ പ്രായം ആയിട്ട് ഫിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഓരോരുത്തന്മാർക്ക്. എന്തിന് ഇതുപോലുള്ളതിനെയൊക്കെ കൊലയ്ക്ക് കൊടുക്കണം? അതിനാണ് കാര്യം. 18 വയസ്സ് പിടിച്ച് കെട്ടിക്കേണ്ട കാര്യം എന്താണ്? ഒരു 20-21 വയസ്സെങ്കിലും 21 വയസ്സ് കഴിയാതെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കരുത്. അതിന് വിവാഹപ്രായമാവണം. അതിന് പെരുമാറാനുള്ള കഴിവ് ആ സമയത്തുണ്ടാകും. അല്പമെങ്കിലും ഒരു മെച്യൂരിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ആ സമയത്ത്. അതിന് പകരം ഇത് നേരെ അങ്ങ് പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക. 18 വയസ്സായി എങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിച്ചു കൊടുത്തു നോക്കൂ. ഈ 18 വയസ്സെന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പോക്സോയും അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും ഒക്കെ വന്നതുകൊണ്ടാണ് ചൈൽഡ് എന്നുള്ള ഡെഫിനിഷനിൽ ഇപ്പോൾ ഒരു പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18, 18 വയസ്സിന് താഴെ ഉള്ളവരെല്ലാം ചൈൽഡാണ് എന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഈ 18 വയസ്സാകുന്നത് കഴിയുന്നത്. ഇല്ലെങ്കിൽ ഈ 18ഉം വേണ്ടവന്മാർക്കൊക്കെ ഒരു 15 വയസ്സാകുമ്പോഴേ എങ്ങനെയെങ്കിലും റെഡിയാക്കി കെട്ടിച്ച് കൈ കൊടുക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ 18 വയസ്സെന്ന് തീരുമാനിച്ചത് തന്നെ നല്ലത്. ഒന്ന്, ഇനി 18 പോരെ ഒരു 21 വയസ്സെന്ന് തീരുമാനമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നടപ്പാവണം. കാരണം 21 ഇയേഴ്സ് നിർബന്ധമായിട്ടും വേണം, തികഞ്ഞിരിക്കണം. അതാ വേണ്ടത്. പിന്നെ ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25 വയസ്സെങ്കിലും ആവണം. എന്നാലേ അവന് പെണ്ണ് കെട്ടിയാൽ ബോധമായിട്ട് പെരുമാറാൻ അറിയാവൂ. അത്രയും പഠിക്കണം, അതാ വേണ്ടത്. അല്ലാതെ കല്യാണം എന്ന് പറയുന്നത് ഫോർ ലൈഫ് ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൾച്ചർ അതാണ്. അല്ലാതെ ഇന്ന് കെട്ടി നാളെ ഒഴിയുന്നതല്ല, അല്ലെ ഇന്ന് കെട്ടി നാളെ ആത്മഹത്യ ചെയ്യുന്നതല്ല. ഇതിപ്പോ എന്താ, 6 മാസം തികയുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി തൂങ്ങി മരിക്കേണ്ട ഗതികേട് വന്നു.
അതിൻ്റെ കാരണക്കാരാരാണ്? ഈ ഭർത്താവും വീട്ടുകാരുമാണ്. കാരണം എന്താ? അതിന് നിറം പോരാ, അത് കറുത്തതാണ്. അത് കണ്ടിട്ട് കറുത്തായിട്ടൊന്നും തോന്നുന്നില്ല. മടത്തി കണ്ടപ്പോഴും ഈ ഇതിലൊക്കെ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ കറുത്തായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ നിറത്തിൽ എന്താ ഇരിക്കുന്നേ? കറുപ്പായാലും വെളുപ്പായാലും എന്തോ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇവിടെ കറുത്ത ആളുകളില്ലേ ധാരാളം ലോകത്ത്? നീഗ്രോ വർഗത്തിൽപ്പെടുന്നവരെല്ലാം, അവരെല്ലാം കാപ്പിരി, അവരെല്ലാം കറുത്തവരല്ലേ? ആ കറുത്തവരെ എത്രയോ സൗന്ദര്യമുള്ളവരുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ നിറമല്ല സൗന്ദര്യം, ആ മനസ്സിന്റെ നിറമാണ് സൗന്ദര്യം. ഈ പുറത്ത് വെളുപ്പുള്ളവൻ എൻ്റെ അകം മുഴുവൻ കറുത്താണെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ലല്ലോ. അവന്റെ മനസ്സ് കറുത്താണെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇവനൊക്കെ ഈ വെളുപ്പെന്നും പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കുന്നവനെ ആ വെളുപ്പ് നോക്കി നടക്കണമായിരുന്നു. ഇതൊക്കെ ബോഡി ഷെയ്മിംഗ് ആണ്. നിർബന്ധമായിട്ടും ഇതിന് നല്ല നടപടി ഇവരുടെ പേർക്ക് വേണം. അതാ വേണ്ടത്. കാരണം ഇനിയെങ്കിലും ഒരുത്തൻ ഇതേപോലെ ഈ ബോഡി ഷെയ്മിങ് നടത്തി ഇങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങളെ ആത്മഹത്യ ചെയ്യാനുള്ള ഇടവരുത്തരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിക്ക് അതേ അറിയാവുള്ളൂ. മനസ്സ് തോന്നുന്നു, അതിന് സ്വാതന്ത്ര്യമില്ല, അതിന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല, അതിന് വെയിലത്തിറങ്ങാൻ ഒക്കത്തില്ല, സൂര്യപ്രകാശം കാണാൻ അതിന് പറ്റുന്നില്ല. സൂര്യപ്രകാശം കാണാതിരിക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ഡിപ്രഷനിലേക്ക് പോകും. സൂര്യപ്രകാശം കാണാൻ പാടില്ല. ഇതൊക്കെ പറയാൻ എവനാരാ കല്യാണം കഴിച്ചെന്നുള്ള ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ? അവനവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുമായിരിക്കും കേട്ടോ, വിളിച്ച് അവള് വെളിയിലിറങ്ങുന്നുണ്ടോ, പുറത്തിറങ്ങുന്നുണ്ടോ? പുറത്തിറങ്ങാൻ പാടില്ല. ഇനി പുറത്തിറങ്ങി എന്ത് ചെയ്യാനൊക്കും? അത് സൂര്യപ്രകാശം അടിച്ചാൽ അത് കറുത്തു പോകുന്നു. അവന് ഉള്ള വെളുപ്പ് അവന് പ്രിസർവ് ചെയ്ത് വെക്കണം എന്ന് ആലോചിച്ച് നോക്കിയോളൂ. അതിൻ്റെ ആ സ്വാതന്ത്ര്യമില്ലായ്മയെന്ന് വന്നതല്ലേ അതിൻ്റെ ഈ ആത്മഹത്യ? അതിൻ്റെ ആ ഡിപ്രഷനിൽ നിന്ന് വന്നതല്ലേ ആത്മഹത്യ? ഈ ഡിപ്രഷൻ അതിനെങ്ങനെ വന്നത്? ഇതിനെ ബോഡി ഷെയ്മിങ് നടത്തി നിവർത്തിയില്ലാതെ അത് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നതാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം സമൂഹത്തിൽ. മനസ്സിലാക്കണം എല്ലാവരും. തൊലിയുടെ വെളുപ്പിലും കറുപ്പിലും ഒന്നും കാര്യമില്ല. വെറുപ്പായാലും കറുത്തതായാലും എല്ലാം നല്ല മനസ്സും നല്ല പെരുമാറ്റമാണെങ്കിലും ഉണ്ടല്ലോ, ധാരാളം മതി എന്നൊന്ന് കരുതുക. പിന്നെ ഈ 19 വയസ്സുള്ള കൊച്ചിന് അതിന് സ്റ്റാൻഡേർഡ് ഇല്ല സ്റ്റാൻഡേർഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നിങ്ങൾ വേണ്ടേ. എന്തോ ഈ സ്റ്റാൻഡേർഡ്? നീയൊക്കെ പറയുന്ന ഈ പറയുന്നവന് വല്ല സ്റ്റാൻഡേർഡും കൾച്ചറും ഉള്ളവനാണോ? ഇതിന് നിറത്തെക്കുറിച്ച് പറയുന്നവന് ഏതെങ്കിലും വിധത്തിൽ അവൻ എന്തെങ്കിലും സംസ്കാരം ഉള്ളവനാണോ? ഒന്നുമല്ല. ഏറ്റവും വൃത്തികെട്ടവന്മാരാണ് അവര്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ പെൺകുഞ്ഞുങ്ങളെ കറുപ്പിനെ കുറിച്ചും വെളുപ്പിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് അതിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ കല്യാണം, അല്ലാതെ ഒന്നുമല്ലല്ലോ. അന്ന് കറുപ്പും വെളുപ്പും ഒക്കെ അന്ന് ആ സൈസ് വെളുപ്പം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ അത് പോരവന്. അതാണ് കാര്യം. അവൻ അടുത്ത മേച്ചിൽപ്പുറം തേടി നടക്കുകയാണ്. ഇനിയെങ്കിലും ഇവനൊക്കെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നവന്മാരെ ഉണ്ടല്ലോ, അവന്മാരെ വേണം അടിക്കാൻ. അതാ കാര്യം. ഇവൻ ഇനി അടുത്തന്നെ കിട്ടും. കാരണം ഇത് തൂങ്ങി വരച്ചല്ലോ, ഒരു കുഴപ്പമില്ല, ഇതങ്ങ് ഒഴിവായി. എന്നിട്ട് ഒഴിവായി അങ്ങ് പൊക്കൂടെ എന്നും ചോദിച്ച് ഈ അമ്മാവിയമ്മ, ഇവന്റെ അമ്മ, ഈ കൊച്ചിനെ ഇട്ട് ഒരുപാട് ശല്യം ചെയ്തെന്നാണ്, ഹരാസ് ചെയ്തതാണ്. അപ്പൊ അതിന് നടപടി വേണം കേട്ടോ. കുറച്ച് നാളെങ്കിലും അവിടെ ഗോതമ്പുണ്ടയെ കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തി കിടക്കട്ടെ.